ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. ഇന്നലെ US മാർക്കറ്റിൽ നിന്ന് അവിടുത്തെ ഇൻഫ്ലേഷൻ ഡേറ്റയാണ് ഉണ്ടായിരുന്നത്. ഇൻഫ്ലേഷൻ ഡേറ്റ ഒരു സ്ലൈറ്റ്ലി അപ്പാണ് എങ്കിൽ കൂടിയും ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ. ജോബ് മാർക്കറ്റ് കൂൾ ഡൗൺ ആയി, ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകും എന്നൊക്കെയുള്ള അനലിസ്റ്റുകളുടെ ആ ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ US മാർക്കറ്റ് ഏകദേശം 600 പോയിൻറ്റിൻ്റെ ഗ്യാപ്പപ്പിലാണ് ഉള്ളത്. ഗ്യാപ്പപ്പല്ല, 600 പോയിൻറ്റിൻ്റെ റാലിയിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലത്തെ ഈവൻറ്റുകളൊക്കെ വരുന്ന സമയത്ത് ഈ അനലിസ്റ്റുകൾ എന്താണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ അനുമാനങ്ങൾ എന്താണ്, അതനുസരിച്ച് മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ളത് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ മുതൽ ഇങ്ങനെയുള്ള ഈവൻറ്റുകൾ ഉണ്ടാവുന്ന സമയത്ത് ഒരു ഓവർനൈറ്റ് പൊസിഷൻസും ഹോൾഡ് ചെയ്യാറില്ല. അതുപോലെ തന്നെ ഈ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ എല്ലാ പൊസിഷനും എക്സിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറി. കാരണം നമ്മൾ കണ്ടിരുന്നു ഈ ട്രംപിൻ്റെയൊക്കെ ഇനീഷ്യലി ആ ഒരു താരിഫിൻ്റെ സമയത്തൊക്കെ ഓൾമോസ്റ്റ് 800 പോയിൻറ്റിൻ്റെയൊക്കെ ഗ്യാപ്പ് ഡൗണുകളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് നമുക്ക് വരുന്ന ഏറ്റവും വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത. അപ്പോൾ അതുകൊണ്ട് ഈവൻ്റ് ഉണ്ടോ, പൊസിഷൻ ഒന്നല്ലെങ്കിൽ ലൈറ്റൻ ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കുക, അതിനുശേഷം എടുക്കാം എന്നുള്ള രീതിയിലേക്ക് മാറി എല്ലാവരും ചിന്തിക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു ട്രേഡിങ്ങിൽ കൂടുതൽ കാലം നിൽക്കാനും ഒരു കാരണമാകും. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് കണ്ടുവരുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണുന്നുണ്ട് US മാർക്കറ്റ് നാസ്ഡാക്ക് 157 പോയിൻറ്റും ഡോ 616 പോയിൻറ്റിൻ്റെയും റാലി. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ജപ്പാൻ, കൊറിയ, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ പോസിറ്റീവിൽ ട്രേഡ് ചെയ്യുന്നു. ഏറ്റവും ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ $1800 റാലി. അതിനും മൂന്നാമത് നോക്കുകയാണെങ്കിൽ ഗോൾഡ് $9 പെർ ഔൺസിന് ഉയർന്ന് $3642 പെർ ഔൺസ് നിലയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി ഇന്ന് കുറച്ച് സ്റ്റോക്കുകളിലെ വാർത്തകളിലേക്ക് പോകാം. ബൈസിൽ റെക്കമെൻഡേഷൻ അല്ല. ഇൻഫോസിസിൻ്റെ ഷെയർ ബൈബാക്ക് അങ്ങനെ പ്രഖ്യാപിച്ചു. 12,000 കോടി രൂപയൊക്കെയാണ് അവർ ഷെയർ ബൈബാക്ക് ചെയ്യുന്നത്. 1800 രൂപയാണ് പെർ ഷെയർ. M&M ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത്. M&M മഹേന്ദ്ര കോണ്ടെക്സ് ആൻഡ് PSL മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ ഈ M&M ഇവരുടെ തന്നെ സബ്സിഡിയറി കമ്പനിയാണ്. ഇത് M&M അക്യൂർ ചെയ്തു എന്നുള്ളതാണ്. അതായത് കമ്പനിക്ക് പല സബ്സിഡീസ് ഉണ്ടാവും, അതിന് കൺസോൾട്ടേഷൻ നെറ്റ് പ്രോഫിറ്റ് ആണ് ഉണ്ടാവുക. അതല്ലെങ്കിൽ പല ഇൻഡിവിജ്വൽ കമ്പനീസിനെ പ്രത്യേക കമ്പനിയായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു കമ്പനീനെ മഹേന്ദ്രയിലേക്ക് ഏറ്റെടുത്തു. ലോധ ഡെവലപ്പേഴ്സ് ബോംബെ ആസ്ഥാനമായിട്ടുള്ളൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. അപ്പോൾ അവരൊരു 30,000 കോടി രൂപയുടെ ഒരു ഗ്രീൻ ഇൻറ്റിഗ്രേറ്റഡ് ഡേറ്റാ സെൻറ്റർ പാർക്ക് അത് തുടങ്ങാനായിട്ട് 370 ഏക്കറിൽ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഓർഡർ ഈ ലോധക്കാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമ്പനി മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്തു. 6000-ഓളം ജോബ് എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യും. JB മോട്ടോ കമ്പനിക്ക് $100 മില്യൺ 1455 ഇലക്ട്രിക്കൽ ബസ്സുകൾ മഹാരാഷ്ട്ര, ആസാം, ഗുജറാത്ത് തുടങ്ങിയ പല സ്ഥലങ്ങളിലേക്കുമുള്ള ഓർഡറുകൾ ലഭിച്ചു എന്ന് കമ്പനി അറിയിച്ചു. NBCC കമ്പനി റിക്കോ എന്ന് പറയുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് 3700 കോടി രൂപയുടെ പ്രൊജക്റ്റ് നടക്കുന്നത് ജയ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. അപ്പോൾ ഈ ഒരു ഓർഡർ ലഭിച്ചു. JSW ഇൻഫ്ര കമ്പനി ഇവർ 56 ഏക്കർ ലാൻഡ് കർണാടകയിൽ 57 കോടി രൂപക്ക് കമ്പനി അക്യൂർ ചെയ്തിട്ടുണ്ട്. JSW പോർട്ട് ആൻഡ് ലോജിസ്റ്റിക് ചെയ്യാൻ. മാരിക്കോ കമ്പനി ഇവർ 138 കോടി രൂപക്ക് ട്രൂ എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു FMCG കമ്പനീനെ അക്യൂർ ചെയ്തു. ഇൻസുലേഷൻ എനർജി കമ്പനി ഇവർക്ക് 143 കോടി രൂപയുടെ സോളാർ മൊഡ്യൂൾ സപ്ലൈ ചെയ്യുന്നതിനുള്ള ഓർഡർ ലഭിച്ചു. ട്രാവൽ ഫുഡ് കമ്പനി കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് 2 വർഷത്തേക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് കൂടി ഇവർക്ക് ഓർഡർ ലഭിച്ചു. നിലവിൽ 5 വർഷത്തെ കരാർ ഇവർക്കുണ്ട്. ഭാരത് ഫോർജ് കമ്പനി വിൻസേസർ എന്ന് പറയുന്ന UK ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയായിട്ട് ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ് ഏർപ്പെട്ടു. HFCL കമ്പനി ആന്ധ്രാപ്രദേശിൽ 1000 ഏക്കർ ലാൻഡ് അക്യൂർ ചെയ്തു. മസഗോൺ ഡോബ് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി ജർമ്മനിയായിട്ട് ഇവർ സബ്മറൈൻ മാനുഫാക്ചറിങ് ബിസിനസ് ചെയ്യാനായിട്ട് കമ്പനി ധാരണയിലെത്തി. മെൻറ്റ് സർജിക്കൽ ഇൻഡസ്ട്രീസ് കമ്പനി
82 കോടി രൂപയുടെ ഓർഡർ കിട്ടി. NLC ഇന്ത്യ കമ്പനി ഇവർ കാഞ്ചി ബിദീഷ് ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. വൈകിട്ട് നമുക്ക് പോസ്റ്റ് മാർക്കറ്റൊക്കെ ആയിട്ട് എത്താം. അപ്പോൾ ഇന്നത്തെ വൈകിട്ട് ഇന്ന് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഉണ്ട്. US ഇൻഫ്ലേഷനാണ് വന്നിട്ടുള്ളത്. യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങളും UK GDP ഡേറ്റാസ് എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ മാർക്കറ്റിൽ റിയാക്ട് ചെയ്യപ്പെടും. ഓരോ തരത്തിൽ റിയാക്ഷൻ സംഭവിക്കും. അപ്പോൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ട് എന്നുള്ള ധാരണയിൽ നമ്മൾ പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ശുഭദിനം. താങ്ക് യു.